അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് മാത്രമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതല്ല നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, എണ്ണയും നെയ്യും. അപ്പം നെയ്യും എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക തല്ലി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 തക്കോലം, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ വലിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇത് മൂത്ത് നല്ലൊരു മണം വരും, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. സവാളയൊക്കെ വയന്ന് ഗോൾഡൻ നിറാവണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വയന്ന് ഗോൾഡൻ നിറാവണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ നിറാവണം. അപ്പോൾ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. നീളത്തിലരികയോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യുക. ഇതെല്ലാം ഒന്ന് വയന്ന് വരട്ടെ. അപ്പോൾ സവാളൊക്കെ വയന്ന് ചെറിയൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 5-6 വെളുത്തുള്ളി അലികൾ ചതച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളി അലികളാണ്. ചെറിയ വെളുത്തുള്ളി അലികളാണെന്നുണ്ടെങ്കിൽ 7-8 എടുക്കുക. പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ്. ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയോ ചെയ്യുക. ഒരു 10-15 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയും വെളുത്തുള്ളിയുടെയും ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പിന്നെ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള 1-2 പച്ചമുളക് ചേർക്കാവുന്നതാണ്. മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ പച്ചമുളക് ചേർക്കാത്തത് നമ്മുടെ കൊച്ചുമക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒന്നാണ്. 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വയന്ന് വരണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടൊന്നുമില്ല, വയന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടണം, അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ മാറ്റിയെടുത്ത 1 കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിയും മുട്ടയും ഇതാ മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ മുറിച്ച് നോക്കുന്ന സമയത്ത് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഒക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു കപ്പിലാണ് അരി അളന്നെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉടയ്ക്കുന്നൊന്നുമില്ല. ഇനി ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വലിയ ജീരകം ചേർത്തിട്ടുണ്ട്, മുഴുവനെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് പൊടിച്ചാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മുട്ടയും അരിയും മിക്സ് ചെയ്ത് വെച്ചില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറുതായിട്ട് ഇതൊന്ന് വറ്റി വരണം. മൂടി വെക്കണ്ട. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോകും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒന്ന് വിതറി ഇട്ടതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഹോളില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്ന് ദം ചെയ്ത് വരണം. എന്നാൽ മാത്രമേ നല്ലൊരു മണം കിട്ടുള്ളൂ. ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇത് മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് ദം ചെയ്ത് വരട്ടെ. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മളിത് മൂടി വെച്ച് കൊടുത്ത് ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് മല്ലിയില ചേർക്കാം. ഞാൻ ആദ്യമേ മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിക്ക് 2 കപ്പ് വെള്ളമാണ് കറക്റ്റ് അളവ്. അപ്പോൾ നിങ്ങളുടെ അരിക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ മുട്ട ബിരിയാണി തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്